മുഖ്യനും മകൾക്കും ഇപ്പോൾ എതിരാളികൾ രണ്ടല്ല മൂന്നാണ്. അതായത് മാസപ്പടി വിഷയത്തിൽ മുഖ്യൻ പേടിക്കേണ്ടത് ഷോൺ ജോർജിനെയോ മാത്യു കുഴൽനാടനെയോ ഒന്നുമല്ല, പകരം സാബു എം ജേക്കബിനെയാണ്. മുഖ്യൻ തനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കിയാൽ മകൾക്കെതിരെ താൻ പൊട്ടിക്കാനിരിക്കുന്നത് വലിയൊരു ബോംബാണെന്നായിരുന്നു ഇന്നലെ കിഴക്കമ്പലത്ത് വെച്ച് നടന്ന മഹാസമ്മേളനത്തിൽ സാബു എം ജേക്കബ് വ്യക്തമാക്കിയത്. തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കകം ജയിലിലാക്കുമെന്ന് അദ്ദേഹം പരസ്യമായി വെല്ലുവിളിച്ചിരിക്കുകയാണ്. അതിനുതകുന്ന ആറ്റം ബോംബ് തന്റെ കയ്യിലുണ്ടെന്നും സാബു ജേക്കബ് മുന്നറിയിപ്പ് നൽകി. അതായത് ഇനി മുഖ്യൻ കുറച്ചൊന്നും ഭയന്നാൽ പോരാ, കുറേയേറെ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് സാരം. ഇതുവരെ മുഖ്യനും മകൾ വീണയ്ക്കുമെതിരെ മാത്യു കുഴൽനാടനും ഷോൺ ജോർജും അടക്കം ഉന്നയിച്ചിരുന്ന പ്രസ്താവനകളും മറ്റ് തെളിവുകളുമെല്ലാം വളരെ ഗൗരവമേറിയതായിരുന്നു. ആ തെളിവുകൾ തന്നെയാണ് വീണയെയും മുഖ്യനെയും തീയിൽ ചവിട്ടി നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കാരണമായത്. നിലവിൽ സാബു എം ജേക്കബ് കൂടി മുഖ്യനെ വെല്ലുവിളിച്ച് രംഗത്തെത്തുന്നതോടെ ഒരു തരത്തിലും 2020 അടിച്ചമർത്താൻ പറ്റാത്ത അവസ്ഥയിലേക്കായിരിക്കുകയാണ്. അതും ലോക്സഭാ ഇലക്ഷൻ കൂടി അടുത്തിരിക്കുന്ന സമയത്താണ് ഇത്തരമൊരു തുറന്ന വെല്ലുവിളി സാബു എം ജേക്കബ് മുഖ്യനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നതും പ്രസക്തമാണ്. കൂടാതെ പുത്രിക്കയിൽ പാർട്ടിയുടെ പരിപാടി തടസ്സപ്പെടുത്താൻ MLAയും കൂട്ടരും ഇന്റർനെറ്റ് കട്ട് ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു സാബു എം ജേക്കബ് ഇന്നലെ പ്രസംഗത്തിൽ വെളിപ്പെടുത്തിയത്. PV ശ്രീനിജൻ MLA ചെയ്യുന്ന ദ്രോഹം മൂലം കഴിഞ്ഞ ഒരാഴ്ചയായി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. അധികാരമോ പദവിയോ ആഗ്രഹിച്ചിട്ടല്ലെന്നും തനിക്ക് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം മുൻപ് വന്നിട്ടുണ്ടെന്നും സാബു ജേക്കബ് തുറന്നടിച്ചു. UDFിലും CPMിലും BJPയിലും സീറ്റ് കിട്ടുന്നതിന് തനിക്ക് ബുദ്ധിമുട്ടില്ലെന്നും 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കം വന്ന് സീറ്റുകൾ ഓഫർ ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി രാജീവ് ഉൾപ്പെടുന്ന CPM നേതാക്കൾ 5 തവണ തന്റെ വീട്ടിലെത്തി ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന് തെളിവ് ചോദിച്ചാൽ വീഡിയോ ദൃശ്യങ്ങൾ കാണിക്കാം. ഇവരൊക്കെ രാത്രി വന്ന് എന്റെ സഹായം തേടുന്നവരാണ്. ഞാൻ CPM ആണെന്ന് പ്രചരണമുണ്ടായി, കഴിഞ്ഞ ദിവസം സംഖ്യയാക്കി, നാളെ കൊങ്ങിയാക്കും എന്നിങ്ങനെ തനിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾക്കെതിരെ തുറന്നടിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രസംഗത്തിലൂടെ സാബു എം ജേക്കബ്. ഏതായാലും 2020 മഹാസമ്മേളനത്തോടു കൂടി തന്നെ മുഖ്യനൊരു എതിരാളിയായി സാബു എം ജേക്കബ് മാറിക്കഴിഞ്ഞു. സ്വന്തം മകളെ രക്ഷിക്കാൻ ഇപ്പോൾ കേന്ദ്രത്തിന്റെ അടക്കം കാല് പിടിക്കേണ്ടി വരുന്ന മുഖ്യന് ഇനി മകളെ രക്ഷിക്കാനായി സാബുവിന് മുൻപിലും തല താഴ്ത്തേണ്ടി വരുമോ എന്നാണ് കണ്ടറിയേണ്ടത്.